എൻ്റെ അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള അതിൻ്റെ അവസാനഘട്ട പ്രവൃത്തിയിലാണ്. അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച എൻ്റെ ഈ മാസം ഉണ്ടാവില്ല, അടുത്ത മാസം ആദ്യം തന്നെ ആത്മകഥയുടെ പ്രസാദനമുണ്ടാകും. അല്ല, ഇപ്പം ഞാൻ എൻ്റെ ആത്മകഥ അത് പൂർത്തീകരിക്കും. പിന്നീടുള്ള ജീവിത കാലഘട്ടം ബാക്കിയുള്ള കാര്യങ്ങളും വരും. ജീവിക്കുന്നവരെയല്ലേ എഴുതാൻ പറ്റൂ. എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നു. അത് മാതൃഭൂമി പബ്ലിഷിംഗ് കമ്പനിയാണ്. അല്ല, കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്കാണ് വലുത്. കരാർ ഒപ്പിട്ടില്ലെങ്കിൽ വാക്ക് പറഞ്ഞ വാക്കാണ്. അല്ല, എൻ്റെ വാക്കാണ്. ഒപ്പിടുന്നതിനേക്കാളും വലുത് അതാണ്. അതുകൊണ്ട് അതിൽ അവർക്കും വിശ്വാസമുണ്ട്, എന്നെ എനിക്ക് അവരെയും വിശ്വാസമുണ്ട്. പോരെ, ഈസിയായിട്ട് ഒരു കരാറുണ്ടായിട്ടില്ലല്ലോ. ഒരു വാക്കാലും ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അതെല്ലാം അവർക്ക് പറ്റിയുള്ള പെശക് അവരംഗീകരിച്ചുകൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസിന് മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ മറ്റ് നടപടികൾ, കാരണം അവർ ഏറ്റവും ഒരു കുറ്റസമ്മതം തന്നെ അതിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ മേലെ ഫർദർ നടപടികളിലേക്ക് വക്കീൽ പോകേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ലീഗൽ അഡ്വൈസ്. കാരണം ആ തരത്തിൽ തന്നെയാണ് അവർ. അല്ല, ഞാൻ കേസ് കൊടുത്തതും വക്കീൽ നോട്ടീസ് അയച്ചതാണ്. അതിനുള്ള മറുപടിയിൽ അവർക്ക് പറ്റിയിട്ടുള്ള പെശക് അംഗീകരിച്ചു. അവരതിൽ നല്ല നിലപാടാണ് ആ കത്തിൽ സ്വീകരിച്ച് കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിയമോപദേശം നമുക്ക്, കാരണം അത്രയും ഒരു വിധേയമായി കഴിഞ്ഞാൽ ഒരു കോടതിയുടെ മുമ്പാകെയോ ഒരു മൂന്നാം കക്ഷിയുടെ മുമ്പാകെയോ പോയാൽ അവർ നിരീക്ഷിക്കുമ്പോൾ അത് നമ്മളൊരു വാശി പിടിക്കുന്നവർ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയെ പാർട്ടി ഇങ്ങനെ പ്രതിസന്ധിയിലൊക്കെ ആക്കിയ ഒരു വിവാദമായിരുന്നല്ലോ. അതിങ്ങനെ ഒരു മറുപടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ തന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. അതിനൊന്നും പകരം വിട്ടാനൊന്നും ഞാനില്ല. നടത്തുന്നവർ നടത്തട്ടെ. ഞാൻ ഒരു കുടിപ്പക വെച്ച് പകരം വിട്ടാൻ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. എനിക്കതിന് സമയമില്ല. എനിക്ക് ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എൻ്റെ സമയം ഇത്തരമൊരു വാശി വെച്ച് ഇതിന് പ്രതികാരം വിട്ടാലൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം, അതൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അല്ല, നിയമപരമായ നടപടിയുടെ ഭാഗമായിട്ടുള്ളതാണിത്. അതായത് പ്രതികാര മനോഭാവം വെച്ച് പുലർത്തി ഒരു കുടിപ്പക വെച്ച് എൻ്റെ സമയം കളയാൻ ഞാനില്ല. ഇതിൽ അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് DC ബുക്സാണ്. അവരാ കാര്യം അവർക്ക് പറ്റിയുള്ള പെശക് അംഗീകരിച്ചു. ഒരാൾ ഒരു പെശക് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോരാ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആകെ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ളൊരു അവർക്ക് പറ്റിയ പെശക് അംഗീകരിച്ചുകൊണ്ട് അവർ നടപടി സ്വീകരിച്ചു. അതുകൊണ്ട് അതിൻ്റെ മേലെയുള്ള മറ്റ് ഫർദർ നടപടികൾ നിയമപരമായി നോക്കിയാൽ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ ചെയ്യുന്നു. അതിൻ്റെ മേലെ കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല.